ഡീൻ കുര്യാക്കോസ് എം പി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ നിമിഷപ്രിയയുടെ ഇപ്പം ബൽറാം പറയുകയായിരുന്നു, ഇതിനു മുൻപ് ഒരിക്കൽ ഇതുപോലെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചു എന്നുള്ള രീതിയിൽ ഒരു വിവരം വന്നിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്നത് ജൂലൈ 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കാൻ യമൻ അവിടെ നിന്ന് ജയിൽ അധികൃതർക്കൊരു സന്ദേശം ലഭിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നിയമ നടപടികൾ ഒരു വശത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിലൊരു വാർത്ത വരുമ്പോൾ ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, എങ്ങനെയാണ് ഇതിനോട് അങ്ങേക്ക് തോന്നുന്നത് എന്താണ് ഈ ഒരു നടപടിയിൽ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വാർത്ത കേട്ടപ്പോൾ ശ്രമകരമായൊരു ഇടപെടൽ സർക്കാർ തലത്തിലും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും അതോടൊപ്പം തന്നെ യമനിൽ ഇത് സംബന്ധിച്ച് സ്വാധീനമുള്ള ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രമുഖരൊക്കെയായി ബന്ധപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മലയാളി സമൂഹം ഏറെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു ഇടപെടലിലൂടെയാണ് ഒരു സമ്മർദ്ദമുണ്ടായി ഇത് സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇതുവരെ നിന്നത്. ഇനി തുടർന്നുമുള്ള പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുൻപോട്ട് പോയാൽ ഒരു പക്ഷേ നമുക്ക് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും, അഥവാ ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും അത്യധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് കാര്യങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ, അതിലുപരി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള സമ്മർദ്ദവുമായ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് പോകും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമല്ലേ? ഈ വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളത് എന്നുള്ളത് ഒരു വലിയ ആശങ്കയാകുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പാർലമെന്റ് തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിലെല്ലാം പരമാവധി ഇടപെടൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ യമൻ ഒരു നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമല്ല, മാത്രമല്ല അവിടെ ഒരു ഭരണ സംവിധാനം അസ്ഥിരമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണമുള്ള മനുഷ്യാവകാശപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ധാരാളം സംഘടനകളും പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ വിദേശ മലയാളി സമൂഹവും ഒക്കെ നല്ല നിലയിൽ ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ആ ഒരു കൂട്ടായ്മയിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതെ, ആ പരിശ്രമങ്ങൾ നടക്കട്ടെ. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു തീരുമാനം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16-ന് നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറി എന്നുള്ള ഏറ്റവും പുതിയ വിവരം. ആ വാർത്തയിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടായത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി വീണ്ടും അവസാന നിമിഷം വരെ പരിശ്രമിക്കും. അതുതന്നെയാകട്ടെ.